നമസ്കാരം. അഗ്നിഹോത്രി നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 1 മുതൽ 30 വരെ, അതായത് മീനം 18 മുതൽ മേടം 17 വരെയുള്ള വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങൾ നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. നാൽഫലങ്ങൾ പറയുന്നതിന് മുൻപായി രാശിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ രാശിചക്രത്തിൽ 12 രാശികളാണുള്ളത്. ഈ 12 രാശികളിലും കൂടിയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുള്ളത്. ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് ഉണ്ടാവുക. ഇത് പലതരത്തിലും വരാം. ചില നക്ഷത്രങ്ങളുടെ അരഭാഗവും മറ്റു ചില നക്ഷത്രങ്ങളുടെ മുക്കാലോ കാലോ ഭാഗങ്ങളുമായിരിക്കും ചിലപ്പോൾ ഒരു രാശിയിൽ ഉണ്ടാവുക. എന്നാൽ 18 നക്ഷത്രങ്ങൾ മാത്രം ഓരോ രാശിയിലും പൂർണ്ണമായി ഉണ്ടാവും. അതേതൊക്കെയാണ്? അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം, അത്തം, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണവ. ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ രാശിയായ മേടരാശിയിൽ അശ്വതി, ഭരണി എന്നിവയും കാർത്തികയുടെ കാൽഭാഗവുമാണ് ഉള്ളത്. അതുപോലെ അവസാനത്തെ രാശിയായ മീനത്തിൽ പൂരൊരുട്ടാതി കാലും കൂടാതെ ഉത്രട്ടാതിയും രേവതിയുമാണുള്ളത്. ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ ഓരോ രാശിയിലും സഞ്ചരിക്കുകയും ആ രാശിയിലുള്ള 2.25 നക്ഷത്രങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് കൂറ് എന്ന് പറയുന്നത്. അങ്ങനെ 27 ദിവസങ്ങൾ കൊണ്ട് ചന്ദ്രൻ 12 രാശി പൂർത്തിയാക്കുന്നു. ഈ കാലയളവിനെയാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ആണ് കൂറ് എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രാശി എന്താണ്, നക്ഷത്രങ്ങൾ എന്താണ്, രാശിയും ചന്ദ്രനും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇങ്ങനെ വളരെ വിശദമായി ഒരു സാധാരണക്കാരന് പോലും ജ്യോതിഷത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തന്മൂലം അവനവൻ്റെ നാളുകളും കൂറുകളും രാശിയും മനസ്സിലാക്കി നമ്മുടെ ഭാവിയിൽ എന്താണ് നടക്കുക, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണ പുലർത്താൻ സാധിക്കും. ഇനി നമുക്ക് നക്ഷത്രഫലങ്ങളിലേക്ക് പോകാം. പൂരൊരുട്ടാതി നക്ഷത്രം. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് സന്തോഷകരമായ മുഹൂർത്തങ്ങൾ കൈവരുന്ന സമയമാണിത്. കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾക്കോ തങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ഉണ്ടായിരുന്ന നഷ്ടങ്ങളെല്ലാം തന്നെ മാറി നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരുന്നതായാണ് പൂരൊരുട്ടാതി നക്ഷത്ര ജാതർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കാണാൻ സാധിക്കുന്നത്. തർക്കങ്ങളിലോ കേസുകളിലോ മറ്റുമായി പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന കാര്യങ്ങളിൽ പരിഹാരവും അനുഭവിച്ചിരുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് പകരമായി നഷ്ടപരിഹാരവും ലഭിക്കുന്നതാണ്. പൊതുവെ എല്ലാ രംഗങ്ങളിലും ത്വരിതഗതിയിലുള്ള വളർച്ചയും ആരോഗ്യരംഗത്ത് ശുഭമായ മാറ്റങ്ങളും ഉണ്ടാകുന്ന സമയമാണിത്. അധ്യാപനം, രാഷ്ട്രീയം, സിനിമ, നാടകം തുടങ്ങിയ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ മേഖലയിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകുവാൻ സാധിക്കുന്ന സമയമാണ്. മറ്റുള്ളവർക്ക് കഴിയാതെ ഉപേക്ഷിച്ചു പോയ കാര്യങ്ങളിൽ വിജയസാധ്യതയും പ്രശസ്തി പത്രവും ലഭിക്കാനിടയായി വരുന്നതായി കാണുന്നു. ഇനിയുള്ള വരും സമയങ്ങളിൽ എന്തൊക്കെ എങ്ങനെ പ്രവർത്തിക്കണം തുടങ്ങിയ ഭാവി കാര്യങ്ങളിൽ വ്യക്തമായ ധാരണകളും തീരുമാനങ്ങളും കൈക്കൊള്ളാനുള്ള അവസരമാണ് വരുന്നത്. തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്ന രീതിയിലുള്ള സ്വഭാവവും പെരുമാറ്റവും സ്വായത്തമാകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സംശയങ്ങളും അനാവശ്യ ചിന്തകളും ദൂരീകരിക്കാനും കൂടുതൽ മനസമാധാനത്തോടെ തൻ്റെ വിവിധ മേഖലകളിൽ, അതായത് കർമ്മരംഗങ്ങളിൽ സജീവമാകാനും സാധിക്കുന്നതായി കാണാം.
രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിലവിലുള്ളതിനേക്കാളും ഉപരിയായുള്ള അധികാരസ്ഥാനം, അംഗീകാരം തുടങ്ങിയവ കൈവരുന്നു. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.